സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ മുന്നറിയിപ്പ് ശക്തമായി തന്നെ തുടരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി, അത്രയും ദിവസം ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ചില മേഖലകളിൽ, ചില ഇടങ്ങളിൽ രാത്രി യാത്ര നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ രാത്രിയാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം, ടൂറിസ്റ്റ് മേഖലകളിലേക്ക് അടക്കമുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇതൊക്കെയും എന്നുവരെ തുടരുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്ത മുന്നറിയിപ്പ് എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഷീജ, കേൾക്കാമോ? തീർച്ചയായും കാവ്യ, ഏതായാലും അടുത്ത മുന്നറിയിപ്പ് വരിക രാവിലെ 10 മണിയോട് കൂടിയാണ്. നിലവിൽ ഇപ്പോൾ പറയുന്നത് ഏതായാലും സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ പുതുക്കിയ അലർട്ടുകളിൽ മാറ്റമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ഇപ്പോൾ നമുക്കൊപ്പം സംസാരിച്ച ജോസിലും സുജുവും ഒക്കെ വ്യക്തമാക്കിയതുപോലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അത്രത്തോളം അതിതീവ്രമായ ഒരു മഴ ലഭിക്കാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ അവിടങ്ങളിൽ ഈ റെഡ് അലർട്ടിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇനി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലർട്ടുകൾ വരിക. ഇതിൽ കൃത്യമായ രീതിയിൽ നമുക്ക് ഏതൊക്കെ ജില്ലകളിൽ അലർട്ടിൽ മാറ്റമുണ്ട് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരും. പക്ഷേ സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ഈ രീതിയിൽ തുടരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ അതിനൊപ്പം എടുത്തു പറയേണ്ടത് ഈ മാസം 31 കൂടി കേരളത്തിൽ കാലവർഷം കൂടി എത്തുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരാഴ്ച മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ കാലവർഷം കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മഴയ്ക്ക് ആ രീതിയിലൊരു ശമനം നമുക്ക് ഏതായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് പറയുവാൻ സാധിക്കില്ല. പക്ഷേ എത്രത്തോളം ശക്തമായിരിക്കും കാലാവസ്ഥ എന്നുള്ളത്, കാലവർഷം എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഏതായാലും സംസ്ഥാനത്ത് പൊതുവെ മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി കാവ്യ സൂചിപ്പിച്ചതുപോലെ അലർട്ടുകളിലുള്ള മാറ്റം അത് നമുക്ക് ഉടൻ തന്നെ ഏകദേശം 10 മണിയോടുകൂടി തന്നെ പുതുക്കിയ അലർട്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രേക്ഷകർക്ക് കൈമാറാൻ സാധിക്കും. ശരി ഷീജ, പ്രതിനിധികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഷീജ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ അലേർട്ട് അടക്കം മാറി വരുന്നതനുസരിച്ച് വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും.